നമ്മെല്ലാവരെയും സംബന്ധിച്ച് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. നമ്മുടെ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്രികരായി, വിശ്വാസ സമൂഹമായി, ആരാധനാ കുടുംബമായി, അപ്പസ്തോലിക സഭയായി നാം ഈ പരിശുദ്ധ ത്രോണോസിന് വലം വയ്ക്കുകയും പരിശുദ്ധ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുകയും ഈ ബലി അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നുവെന്ന് വിശ്വാസ പ്രഘോഷണം നടത്തി വന്യപിതാവിൻ്റെ ഖബർ ചുംബിച്ച് നാം ഭവനങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ഈ ഒരു സന്ദർഭം അനുകൂലമായ കാലാവസ്ഥയും അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വിശ്വാസത്തിൻ്റെ വർദ്ധമാനമായ ഒരു തലത്തിലേക്ക് നമ്മെ ഉയർത്തിയ പരിശുദ്ധാത്മ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം. ആപത്തനർത്ഥങ്ങൾ, അസൗകര്യങ്ങൾ, കാലാവസ്ഥയുടെ പ്രാതികൂല്യം ഇവയൊക്കെ ബാധിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായ ദൈവ സംരക്ഷണം അനുഭവിച്ച് നാം മുന്നേറുമ്പോൾ നമ്മുടെ പുണ്യപിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 100-ാം വാർഷികം നാം ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ലോകത്ത് ഐക്യവും സമാധാനവും സഹകരണവും സഹവർത്തിത്വവും ഭിന്നിച്ചിരിക്കുന്ന സമൂഹങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ സദ്വാർത്ത എത്തിക്കുന്നതിന് പരിശുദ്ധ പിതാവ് നിയോഗിച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനി നമ്മുടെ ഈ 72-ാമത് ഓർമ്മ പെരുന്നാളിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി, തിരുസിംഹാസനത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് അനൽപമായ ആത്മസംതൃപ്തിയും വർദ്ധമാനമായ ചൈതന്യവും പകരുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന്, സഭയുടെ മിഷൻ പ്രദേശങ്ങളിൽ നിന്ന്, സഭയുടെ റീജനുകളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും സഭാമക്കളും നമ്മുടെ ഈ ഓർമ്മ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം പകരുന്നു. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകി നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്ന് തന്നെ തീർത്ഥാടന പദയാത്രികരായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. റാന്നി പെരുന്നാട്ടിലെ കുരിശുമലയിൽ നമ്മുടെ പുണ്യപിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമാരംഭിച്ച വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മണ്ണിൽ നിന്ന് നാം തീർത്ഥാടക പദയാത്രയായി ഖബറിങ്കലേക്ക് എത്തുന്നത് 45-ാമത് തവണയാണ്. അതൊരു വലിയ സമർപ്പണ ശുശ്രൂഷയായി പരിശുദ്ധാത്മാവ് വളർത്തി നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. നമ്മുടെ സഭയിലെ മുതിർന്ന മാതാപിതാക്കൾ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, നമ്മുടെ സഭയുടെ
കുടുംബങ്ങളുടെ പ്രതിനിധികൾ, വൈദികരുടെ, സമർപ്പിതരുടെ, ശമ്മാശന്മാരുടെ, വൈദിക വിദ്യാർത്ഥികളുടെ എല്ലാം സജീവമായ സാന്നിധ്യം നമ്മുടെ ഈ തീർത്ഥാടന പദയാത്രയിൽ സഭയ്ക്ക് ബലമായി എപ്പോഴും ലഭിക്കുന്നു. നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ ഈ പദയാത്രയിൽ മുഴുവൻ സമയവും നിങ്ങളോടൊപ്പവും നിങ്ങളെപ്പോലെയും വേദന സഹിച്ചും ത്യാഗത്തോടെയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിന്നു എന്നത് സാധാരണമായ കൂട്ടായ്മയുടെ കാഴ്ചയാണ്. വന്യപിതാവിൻ്റെ ജന്മസ്ഥലമായ മാവേലിക്കരയിൽ നിന്ന്, അതുപോലെ തിരുവല്ല അതിഭദ്രാസനത്തിൽ നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, നമ്മുടെ മിഷൻ രൂപതകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പാറശാല ഭദ്രാസനത്തിൽ നിന്ന്, മാർത്താണ്ഡം ഭദ്രാസനത്തിൽ നിന്ന് സംഘങ്ങളായി നമ്മുടെ ഈ ഖബറിങ്കിലേക്ക് പദയാത്രികർ വന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ വിവിധ മേഖലകളിലെ സഭാപ്രതിനിധികൾ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം, പ്രത്യേകമായി നമ്മുടെ ഗൾഫ് മേഖലയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിലെ സജീവമായ ആ പങ്കാളിത്തം ഓരോ വർഷവും നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അവരുടെ ആ സമർപ്പണത്തിൻ്റെ വലിയ അടുപ്പവും ഊഷ്മളതയും. ലോകത്തിൻ്റെ പ്രകാശമായ നമ്മുടെ കർത്താവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാം പുണ്യപിതാവിൻ്റെ ഖബറിൽ നിന്ന് ആരംഭിക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണം ദൈവപരിപാലനയുടെ പുതിയ കാഴ്ചകൾ ലോകത്തിന് സമ്മാനിക്കുകയാണ്. പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ വലിയ സാക്ഷ്യം നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നത് നമ്മുടെ ബലഹീനതയല്ല, നമ്മുടെ വലിയ കൃപയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. ഈ ഓർമ്മ പെരുന്നാളിൽ സജീവമായി സംബന്ധിക്കുകയും ഇവിടെ വന്ന് ഈ വിശുദ്ധ കുർബാനയിലും ഈ ശുശ്രൂഷകളിലും പ്രത്യേകമായി പങ്കെടുക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും, ഓൺലൈൻ മിനിസ്ട്രിയുടെ ഭാഗമായി ആയിരക്കണക്കിന് വിശ്വാസികൾ നമ്മുടെ സഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷകളിലും ഈ സമയവും ഇതിൽ സംബന്ധിക്കുന്നുണ്ട് എന്നത് നമുക്ക് വലിയ ആത്മബലം, കൂട്ടായ്മയുടെ കൃപ നൽകുന്ന അനുഭവമാണ്. നേതൃത്വം നൽകിയ, ചേർന്നു നിന്ന, എല്ലാം നന്മയ്ക്കായി രൂപപ്പെടണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഓർമ്മ പെരുന്നാളിൻ്റെ സജീവമായ ദൈവമഹത്വത്തിൻ്റെ ഈ സമർപ്പണം, ദൈവമഹത്വത്തിനായുള്ള നമ്മുടെ സമർപ്പണം അവിടുന്ന് എത്രയോ ഔദാര്യത്തോടെ സ്വീകരിച്ചു എന്നതിൽ നമുക്ക് കൃതജ്ഞതാ നിർഭരരായി അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഓർമ്മപ്പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായി ഈ സമയം എല്ലാവർക്കും നേരുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രസാദിക്കുന്നു എന്നതിന് ഈ ഖബറിങ്കൽ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഐവാന്മാരുടെയും ഇവാനിയമാരുടെയും
സദൃശ്യമായ നാമം ഉൾക്കൊള്ളുന്ന അനേകരുടെയും ജീവിതങ്ങൾ തന്നെ സാക്ഷ്യമാണ്. വന്യപിതാവിൻ്റെ മാധ്യസ്ഥം സ്വർഗത്തിന് പ്രീതികരമാണ്, പ്രസാദകരമാണ്. തുടർന്നും ഈ ഖബറിങ്കിൽ നമുക്ക് അഭയപ്പെടാം. ഒരു ജനതയുടെ ദൈവബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്ഥായിയായി സ്വർഗത്തോട് ചേർത്ത് നിർത്താൻ ജീവിതം സമർപ്പിച്ച ഒരു ശ്ലൈഹിക ശുശ്രൂഷയുടെ 100 വർഷം കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം. ലോകത്തിലും തിരുസഭയിലും സ്വർഗത്തിലും ഈ സഭയുടെ ബന്ധം വിട്ടുപോകാതിരിപ്പാൻ നമ്മെ പഠിപ്പിച്ച ഈ പിതാവിനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മളൊരു ഒരുക്കത്തിൻ്റെ ശുശ്രൂഷയിലാണ്. 2030 നടക്കുവാൻ നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന പുനരൈക്യ ശതാബ്ദിയുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു നിമിഷം നാം പ്രാർത്ഥനാപൂർവം ഒരുക്കത്തോടെ അതിലേക്ക് നീങ്ങുകയാണ്. തിരുവചനത്തെ ആധാരമാക്കി നാം ഈ ഒരു വർഷക്കാലം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായ നിഷ്ഠയിലും ഇടവകകളിലും ഭദ്രാസനങ്ങളിലും സഭയാകമാനവും വചനവർഷമായി നാം ഒരുക്കത്തോടെ ആചരിച്ചു. അതുളവാക്കിയ സൽഫലങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉപേക്ഷ കൊണ്ടോ നമ്മുടെ വ്യക്തിപരമായ താല്പര്യക്കുറവ് കൊണ്ടോ ഒരു സഭയ്ക്ക് ലഭിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ കടാക്ഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് നാം എല്ലാവരും ഏറെ അധ്വാനിക്കേണ്ടവരാണ് എന്നത് നമുക്കോർക്കാം. വിശ്വാസത്തിൻ്റെ ഈ ഒരു പരിശീലനം, ആഴപ്പെടൽ നമ്മെ 2025 പുതിയ ഒരു മേഖലയിലേക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ആഴപ്പെടുന്നതിന് നമ്മെ സഹായിക്കുന്ന വർഷമായി നമ്മുടെ പുനരൈക്യ വാർഷിക ആഘോഷത്തോട് ചേർത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. പുനരൈക്യ വാർഷിക ആഘോഷം സെപ്റ്റംബർ മാസത്തിൽ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അടൂർ ഓൾ സെയിൻസ് ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കുന്ന മാറിവാനിയോസ് നഗറിൽ വെച്ച് ആഘോഷിക്കുകയാണല്ലോ. പത്തനംതിട്ട ഭദ്രാസനം ആതിഥ്യമരുളുന്ന നമ്മുടെ സഭാ സംഗമത്തിൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകുന്നതിന് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ വലിയ ഒരു കൂടിവരവായി ആ സംഗമത്തെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ദൈവസന്നിധിയിൽ അത് കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുന്നതിനും നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് നമ്മെ പഠിപ്പിച്ച പുണ്യപിതാവിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിനുമെല്ലാം ഉപകരിക്കുമാറ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. വിപുലമായ ഒരുക്കങ്ങൾ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യനായ ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും ദൈവമക്കളും വളരെ സജീവമായ ആലോചനയിലും ഒരുക്കത്തിലുമാണ്. എല്ലാ നന്മകളും ഈ സമയം അഭിവന്ദ്യ പിതാവിന് പ്രത്യേകമായി ഭദ്രാസനത്തിന് ഞങ്ങളെല്ലാവരും നേരുന്നു. അഭിവന്ദ്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ വന്യ വികാരി ജനറൽ, ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ, ദൈവമക്കൾ
അവരുടെ നേതൃത്വത്തിൽ ഒരു സജീവമായ സാക്ഷ്യമായി അത് വളരട്ടെ. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നമ്മൾ ആ കൂട്ടായ്മയുടെ ശുശ്രൂഷയെ ബലപ്പെടുത്തേണ്ടവരാണ്. എല്ലാവരും വരണം, എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സജീവമായി അതിൽ പങ്കുചേരണം. നമ്മെ എല്ലാവരെയും പത്തനംതിട്ടയിൽ അഭിനന്ദ പിതാവ് വിളിച്ചു കൂട്ടുമ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെന്നു കഴിഞ്ഞാലുള്ള ഒരുക്കങ്ങളും എല്ലാം ആവശ്യമാണ്. സാമ്പത്തികമായ ക്രമീകരണങ്ങളിൽ ഔദാര്യത്തോടു കൂടിയ സമീപനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് സഭയ്ക്ക് വേണ്ടി എല്ലാവരോടുമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മയുടെ ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ഔദാര്യത്തോടുകൂടി ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം. സംഭാവന കൊടുക്കുവാൻ സാധിക്കുന്നവർ അപ്രകാരം മനസ്സ് തുറക്കണം. പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്നവർ, അവരാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്നവർ, തൊട്ടു മുമ്പിലിരിക്കുന്നവർ, ഔദാര്യത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കണം. ഒരു കാരണവശാലും ആരെയും നിരുത്സാഹപ്പെടുത്തരുത് എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ആരംഭിച്ച് ഉത്സാഹത്തിൻ്റെ വലിയ മാനങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മ ബന്ധം. നമ്മൾ പുനരൈക്യ വാർഷികമൊക്കെ ആഘോഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും 2 പുതിയ ചാപ്പൽ കൂടി വയ്ക്കാൻ സാധിക്കുന്ന, 2 ദൈവാലയങ്ങൾ പണിയാൻ സാധിക്കുന്ന, കുറച്ച് കുടുംബങ്ങൾക്ക് കയറിക്കിടക്കുവാൻ വീട് വെച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നമ്മുടെ സഭയെ സംബന്ധിച്ച് അത് അസാധാരണമായ കാര്യമൊന്നുമല്ല. അത് ജീവിക്കുന്ന യാഥാർത്ഥ്യമായതിനാൽ വലിയ ഔദാര്യത്തോടു കൂടി നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭാ ശുശ്രൂഷകളും ഈ സഭാ സംഗമത്തോട് ചേർത്ത് ക്രമീകരിക്കുവാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. അഭിനന്ദ ഐറേനിയസ് പിതാവ് ഒരു കാരണത്തിൻ്റെ പേരിലും ഭയപ്പെടേണ്ടതില്ല. എല്ലാവരും അവിടെ എത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ ബന്ധവും നൽകുകയും ചെയ്യും. പ്രത്യേകമായി നമ്മുടെ ഈ ദിവസത്തിൽ നാം ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ ലേയോ 14 മാർപ്പാപ്പ തിരുമേനി തൻ്റെ പ്രധാനാചാര്യ ശുശ്രൂഷ സഭയിൽ ആരംഭിച്ച് പരിശുദ്ധ പിതാവ് അഭിനന്ദ ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനിയെ ഭാരതത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. As His Holiness began his pontificate, not only within the church, but in the kingdom of God, inviting everyone to believe in the providence and to live in the gospel tradition of fraternity and collaboration. We, the Malankara Syrian Catholic Church, Your Grace, we are extremely happy that the Holy Father has initiated in addressing the basic Christian Catholic references so that our faith life will be established without any note of confusion, any reference of division, but inviting everyone to get converged to the teaching of the Holy Mother Church. Kindly convey our filial devotion and greetings and prayerful support to His Holiness, whom I'm sure you will meet after your visit in India. His Grace has come to bless us and also to have a personal and official communication or dialogue with our culture of the great nation of India,
and with the civil authorities as well. We include your grace in our prayers that you be an ambassador of respecting the great cultures of the world, including India, and we are not the last, but we are one of the first civilizations of the world, whom you have graciously acknowledged on different occasions as well. A special word of our gratitude to the Holy See and for all the notes, all the ways and means through which the Holy See is providing us at our needs. അഭിനന്ദ പോൾ ഗല്ലഗർ തിരുമേനിയുടെ ശുശ്രൂഷയ്ക്ക് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഈ പരിശുദ്ധമായ ദിനത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിന് നന്ദി പറയാം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന നിരവധിയായ വേദനിപ്പിക്കുന്ന ക്ലേശം കൂടുതൽ ഉളവാക്കുന്ന വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജനാധിപത്യത്തിൻ്റെയും ന്യായമായ അവകാശങ്ങളുടെയും പ്രതിനിധികളായി പ്രചാരകരായി നമുക്ക് നിലകൊള്ളുകയും ചെയ്യാം. ഇവിടെ ക്യാമ്പസുകളെ ഭയപ്പെടുത്തുന്ന, കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന, ദേശത്തിൻ്റെ പ്രതീക്ഷ കെടുത്തിക്കളയുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയ പ്രചാരം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ അപജയങ്ങൾ, അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവതരമായ വിഷയത്തിന് കാരണമാകട്ടെ. നമ്മുടെ സാധാരണ മനുഷ്യർ വന്യജീവികളോടും സമാന സാഹചര്യത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടുന്ന ഒരു സാഹചര്യം. കർഷകരുടെയും തീരദേശവാസികളുടെയും സാധാരണക്കാരായ ജോലിക്കാരുടെയും ആശയറ്റ പ്രവർത്തകരുടെയും എല്ലാം നടുവിലാണ് നാം അറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുക. പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പിതാവിൻ്റെ പ്രാർത്ഥന ഈ വിഷയങ്ങളിൽ നമുക്ക് ബലം പകരട്ടെ. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് പരിശുദ്ധാത്മ നിറവിൽ കൂടുതൽ വെളിച്ചമുണ്ടാകുന്നതിന് അപേക്ഷിക്കുവാനും രാജ്യത്തെ ഐക്യത്തിലും പൗരബോധത്തിലും സാമൂഹിക നീതിയിലും ഒരേ ദിശയിലേക്ക് നയിക്കുന്നതിനുമെല്ലാം അവരുടെ ശുശ്രൂഷയും സേവനവുമെല്ലാം മുഖാന്തരമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ നന്മകൾ നൽകിയ ആരെയും വ്യക്തിപരമായി ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം പേരുകൾ മറന്നുപോകാം, പേരുകൾ നഷ്ടപ്പെട്ടു പോകാം. അത് ഏറ്റവും ത്യാഗത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമ്മുടെ ഈ ദേവാലയവും പരിസരവും റാന്നി പെരുന്നാട് മുതലും മറ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടം വരെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് സ്നേഹം നൽകിയ, നമ്മെ ആദരിച്ച, നമ്മെ കൂടെ നിർത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ. അവരെല്ലാവരോടും നമുക്ക് കടപ്പാടുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് മാത്രം. നമ്മുടെ സഭയിലെ നമ്മുടെ MCYM മക്കളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ തീർത്ഥാടന പദയാത്ര. യുവജനങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നു, യുവജനങ്ങൾ എല്ലാവരും വിദേശത്താണ് എന്നൊക്കെ നാം സങ്കടം പറയാറുള്ളവരാണ്. റാന്നി പെരുന്നാട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ തീർത്ഥാടന പദയാത്രകളിലെല്ലാം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വേദനയും ത്യാഗവും കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് നമുക്ക് പ്രചോദനമായി നമ്മുടെ മുൻപിൽ, നമ്മുടെ പിൻപിൽ നാം സന്ധ്യയിൽ നമ്മെ കൂടെ നിർത്തിയ
നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട MCYM മക്കൾക്കും പ്രത്യേകം ഞാൻ നിങ്ങളെല്ലാവരുടെയും നിറഞ്ഞ കയ്യടി കൊടുത്ത ഒരു അഭിനന്ദനം It's our youth, Your Grace, they have taken the initiative and they have shared the burdens, the sufferings of organizing this pilgrimage from Rani Perunad up to the tomb of Venerable Marivanius. സഭാതല ഡയറക്ടർ ബഹുമാനപ്പെട്ട പ്രഭീഷച്ചനുണ്ട്, സഭാതല പ്രസിഡന്റ് പ്രിയപ്പെട്ട മോനു. നമ്മുടെ ഈ കാര്യങ്ങൾക്ക് സഭയിൽ നിന്ന് പ്രത്യേകം ഇതിൻ്റെ ഒരു കോർഡിനേറ്ററായി വച്ചിരിക്കുന്ന മേജർ അതിരൂപതയുടെ വികാരി ജനറൽ കൂടിയായ വന്ദ്യനായ തോമസ് കയ്യാലക്കലച്ചൻ, നമ്മുടെ രൂപത ഡയറക്ടേഴ്സ്, നമ്മുടെ മേഖലകളിലെയും ഇടവകകളിലെയും നമ്മുടെ റീജിയനുകളിലെയും ഒക്കെ ആനിമേറ്റേഴ്സ്, ഡയറക്ടർ അച്ഛന്മാർ, നമ്മളുടെ അൽമായ പ്രേക്ഷിതർ, അവർക്കെല്ലാം ബലം നൽകിയ നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ, നമ്മുടെ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെ മുതിർന്ന നമ്മളുടെ സ്നേഹിതരും സഹോദരങ്ങളും മാതാപിതാക്കളുമായവർ, നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് സഭയുടെ ഈ വലിയ പ്രേക്ഷിത യുവത്വത്തെ പ്രോത്സാഹിപ്പിച്ചതിന്, അവർ സഭാപരമായ ഔന്നത്യം കാട്ടിയപ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ പ്രത്യേകം സഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇങ്ങനെ ചേർന്ന് നിന്ന് 150 കിലോമീറ്റർ നടന്ന് പ്രാർത്ഥിച്ച് നീങ്ങാൻ സാധിക്കുന്ന ഒരു സഭയുടെ പിതാവ് എന്ന നിലയിലും, സഭയിലെ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, ദൈവമക്കൾ എന്ന നിലയിലും നമുക്കല്ലാതെ ആർക്കാണ് ഇത്രയും അഭിമാനിക്കുവാൻ കഴിയുന്ന വസ്തുതയുള്ളത്? അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ പ്രേക്ഷിതരായി നമുക്ക് മുൻപോട്ട് നീങ്ങാം. നിങ്ങളെല്ലാവരെയും ഈ പരിശുദ്ധ ത്രോണോസിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് കരുണ ചെയ്ത പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. തമ്പുരാനെ പെറ്റ അമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി നിരന്തരമായി അപേക്ഷിക്കുന്ന മാറിവാനിയോസ് പിതാവിൻ്റെ അത്ഭുതകരമായ മധ്യസ്ഥതയ്ക്ക് നന്ദി പറയുന്നു. 100 വർഷം പൗരോഹിത്യ ശുശ്രൂഷയിൽ മാർ തെയോഫിലോസ് പിതാവ് നമുക്ക് സഭയ്ക്ക് അനുഗ്രഹമായി ലഭിക്കുന്ന വർഷം കൂടിയാണിത്. മാർ തെയോഫിലോസ് പിതാവ് പുരോഹിതനായിട്ട് 100 വർഷം, അനുഗ്രഹത്തിൻ്റെ ശതാബ്ദിയുടെ വർഷമാണ്. അതെല്ലാം ബഥനി സന്യാസിനികളുടെ സ്ഥാപനത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്ന കർത്താവിൻ്റെ പദ്ധതിയുടെ മുൻപിൽ കരങ്ങൾ കൂപ്പുന്നു. ദൈവം തുടർന്നും നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഖബറിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ മാറിവാനിയോസ് പിതാവിനെ വിശുദ്ധനാക്കണമേ എന്ന പ്രാർത്ഥന മുടങ്ങാതെ സജീവമായി ചൊല്ലുന്നതിന് പ്രിയപ്പെട്ട അച്ഛന്മാർ അല്പം കൂടി ഉത്സാഹവും അല്പം കൂടി സഭാ ശുശ്രൂഷയിലെ ഔത്സുക്യവും, നമ്മുടെ കൂട്ടായ്മയിലെ മാതാപിതാക്കൾ ഉത്തരവാദിത്വ ബോധവും പ്രകടമാക്കുന്നതനുസരിച്ച് സ്വർഗം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉചിതമായ മറുപടി നൽകും. നാം വേണം എന്നാവശ്യപ്പെടേണ്ട ഒരു നിയോഗമാണല്ലോ സ്വർഗത്തോട്. നാം ആവശ്യപ്പെടുമ്പോൾ ദൈവം അത് സാധിച്ച് തരും. ആയതിനാൽ ഈ വിശുദ്ധനാക്കണമേ എന്നുള്ള പ്രാർത്ഥന അത് സജീവമായി നമ്മുടെ എല്ലാ നാവുകളിലും ശക്തമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ ഇടവകയെയും ഇടവകയുടെ വികാരി വലിയ ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ഛനെയും ഈ ദിവസങ്ങളിൽ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും ദൈവം സമൃദ്ധമായി
അനുഗ്രഹിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ബാക്കി ക്രമീകരണങ്ങളുടെ സമയബന്ധിതമായ ഒരു പൂർത്തീകരണത്തിൽ ബഹുമാനപ്പെട്ട ജോൺ അച്ഛൻ അത് അറിയിക്കും.